ഇന്ന് നമുക്ക് ഓസ്ട്രേലിയയിൽ ബോക്സിംഗ് ഡേ നടക്കുന്ന ദിവസമാണ്. അപ്പോൾ ഹൊസാനയ്ക്ക് പക്ഷേ ജോലി ഉണ്ടെങ്കിലും ഞാൻ ഓർത്ത് ഞാനൊന്ന് പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വരാമെന്ന്. പക്ഷേ അതിന് മുമ്പ് എനിക്കൊന്ന് ത്രെഡ് ചെയ്യാൻ പോകണം. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 10 o'clock എനിക്ക് അപ്പോയിൻമെൻ്റ് ഉള്ളത്. സോ ഐ ആം ജസ്റ്റ് ഗോണ ബി ദേർ. സമയത്തിനെത്തി ത്രെഡിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഓർത്തു ബെൽക്കോണൻ മോളിലോട്ടൊന്ന് പോയി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന്. ഞാനിപ്പോൾ കിഡ് സെക്ഷനിലോട്ടാണ് വന്നത്. ചുമ്മാ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി, നല്ല രസമുള്ള ഡ്രസ്സുകളൊക്കെ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് കടകളൊക്കെ കയറി ഇറങ്ങി, ഒരു ഡ്രിങ്കൊക്കെ വാങ്ങി. അത്യാവശ്യം തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. ഇപ്പോൾ കാണുമ്പോൾ അത്ര ആൾക്കാരുള്ളതായിട്ട് തോന്നുന്നില്ല എങ്കിൽ കൂടിയും നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. കാരണം ബോക്സിംഗ് ഡേ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ ക്യൂ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന ദിവസം കേട്ടോ. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു. വലിയ ഷോപ്പിംഗ് ഒന്നും ഞാൻ ചെയ്തില്ല. കാരണം എനിക്ക് ഇപ്പോൾ ഞാൻ ഒരു ലാസ്റ്റ് 5 years ആയിട്ട് ഹൊസാനയുടെ കൂടെ എപ്പോഴും ഷോപ്പിങ്ങിന് പോയി എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്കങ്ങനെ തന്നെ പോയി ഒരു സാധനം വാങ്ങാനൊന്നും ഇപ്പോൾ തോന്നാറില്ല. പിന്നെ ഞാൻ ആദ്യം ഓർത്തു എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഹൊസാനയ്ക്ക് വേണ്ടി വാങ്ങിയാലോ, ഒരു പെർഫ്യൂമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയാലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഐ വാസൻ ഷുവർ ഏത് പെർഫ്യൂം വാങ്ങിയാലാണ്. ആൾ ഭയങ്കര സ്പെസിഫിക് ആണ് കേട്ടോ, ഓരോ കാര്യങ്ങളിലും ഭയങ്കര സ്പെസിഫിക് ആണ്. അപ്പം ഞാൻ സാധാരണ ഗിഫ്റ്റ് ചെയ്യുമ്പോൾ ആൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് സംസാരിക്കും. എല്ലാ ഡീറ്റെയിൽസും എന്നോടിങ്ങനെ പറയും, പല അതിനെക്കുറിച്ച് ഒത്തിരി സംസാരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും ഇത്രയും നാളും ഗിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ച് ആ കറക്റ്റ് സാധനം വാങ്ങിച്ചങ്ങ് കൊടുക്കുവാണെങ്കിൽ ആളും ഹാപ്പി, ഞാനും ഹാപ്പി. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അങ്ങനെ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും പ്രത്യേകിച്ച് ഒന്നും വാങ്ങിയില്ല. കാര്യം എനിക്ക് 1-2 പെർഫ്യൂമുകൾ നോക്കിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഓർത്തു ഇനി അത് വാങ്ങി റിട്ടേൺ ചെയ്ത് അതിനോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇനി അത് റിട്ടേൺ ചെയ്ത് അങ്ങനെയൊക്കെ അതിലും നല്ലത് നമ്മൾ രണ്ടുപേരും കൂടെ പോയി ഷോപ്പിംഗ് ചെയ്യാമെന്ന് ഓർത്തു. എന്തായാലും നമ്മൾ ഈ നെക്സ്റ്റ് വീക്ക് ഫുള്ള് ട്രാവലിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഡെഫിനറ്റ്ലി വിൽ ഡു സം ഷോപ്പിംഗ് ഫോർ ഷോ. കാരണം സിഡ്നി മെൽബൺ ഒക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങനെ ഒരു സംഭവം പ്ലാനിങ്ങിലുള്ളത് കൊണ്ട് വേറെ ഒന്നും ഞാനിപ്പം അധികം വാങ്ങിയിട്ടില്ല. എൻ്റെ മേക്കപ്പ് ബോക്സിൻ്റെ ഒരുമാതിരി പണി തീരാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു മേക്കപ്പ് ബോക്സ് മാതിരി ഒരെണ്ണം വാങ്ങി. അതിനകത്ത് ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. കാണുന്നുണ്ടോ? ഇതൊക്കെ ബ്രഷും കാര്യങ്ങളൊക്കെ വെക്കാം, അങ്ങനെയൊക്കെ ജസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത എൻ്റെ പരിപാടി നാളത്തേക്കുള്ള ഫുൾ പാക്കിംഗ് ആണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. എനിക്ക് നിങ്ങൾ എൻ്റെ ബെഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞെട്ടും. കാരണം വേറെ ഒന്നുമല്ല, അതിനകത്ത് ഞാനിപ്പോൾ ഓൾറെഡി ഞാൻ രാവിലെ പുറത്ത് പോകുന്നതിന് മുന്നേ ഒരു 2 ലോഡ് വാഷിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ്റെ ഡ്രയറിൽ ഇപ്പോൾ ഇട്ടേക്കാണത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ തുണി എനിക്കിങ്ങനെ മടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ കാര്യം ഈ അപ്പാർട്ട്മെൻറ്റിലോട്ട് മാറിയിട്ട് 2 മാസമായെങ്കിലും ഞാൻ കണ്ടിന്യൂസ്ലി വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും അങ്ങനെ ഒരുമിച്ച് പോയി ഷോപ്പിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. വളരെ കുറച്ച് ടൈമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഡ്രോയറും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ വാർഡ്രോബിൽ ഓർഗനൈസ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പോയിട്ട് വന്നിട്ട് നെക്സ്റ്റ് ഇയർ ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം ഓർഗനൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വലിയ ട്രാവൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കധികം നെക്സ്റ്റ് ഇയർ വലിയൊരു ട്രാവൽ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. വലിയ ട്രാവൽ എന്നല്ല, ഒരു എനിക്കറിയില്ല, എപ്പോഴെങ്കിലുമൊക്കെ ഒരു ട്രാവലിംഗ് ഉണ്ടാവണം എന്ന് ഞാൻ വിചാരിക്കണു. പക്ഷെ അത് തന്നെ ഉണ്ടാവുമോ എന്നുള്ള കാര്യം സംശയമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദ നെക്സ്റ്റ് വീക്ക്. കാരണം വിൽ ബി സ്പെഷ്യൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു എല്ലാം പാക്ക് ചെയ്ത് വെക്കാം. കാരണം ഹൊസാന വിൽ ഡെഫിനറ്റ്ലി ബി ബാക്ക് ബൈ 5:30. പക്ഷേ എനിക്ക് 3 o'clock വേറെ ഷിഫ്റ്റ് ഉണ്ട്. ഇന്ന് എനിക്കൊരു 5 hours വർക്ക് ഉണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് വേണം ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. കാരണം നാളെ നമ്മൾ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഏർലി മോർണിംഗ് എന്നൊക്കെ പറഞ്ഞാലും ഒരു 6 o'clock ഒക്കെ ആവുമായിരിക്കും കേട്ടോ, ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ലെറ്റ്സ് പാക്ക്. സോ ഇതാണ് നമ്മുടെ ബെഡിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ. ഇതെല്ലാം മടക്കി ഞാൻ വെച്ചിട്ട് വേണം അതിൻ്റെ കൂടെ ഈ പാക്കിങ് കൂടെ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഈ ബാഗിലാണ് നമ്മൾ യൂഷ്വലി ഒരു 1 week ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഈ ബാഗിലാണ് നമ്മൾ പാക്ക് ചെയ്യാറ്. അപ്പോൾ ഞാൻ രാവിലെ ഹൊസാനയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഇതിനകത്ത് തന്നെ പാക്ക് ചെയ്താൽ മതിയെന്ന്. സോ വി ആർ ഗോയിങ് വിത്ത് ദിസ്.
ഞങ്ങൾ ലാസ്റ്റ് വീക്ക് ബൊളങ്കോങ് പോയപ്പോൾ കുറച്ചധികം ഷോപ്പിംഗ് ഞങ്ങൾ ചെയ്തിരുന്നു. കുറേ ടീഷർട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കൂടിയിട്ട് വേണം എനിക്ക് ഈ ബാഗിലോട്ട് പാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു ബാഗുകളിൽ നിന്ന് അൺപാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എന്തായാലും കുറച്ച് ഗംഭീരമായ ഷോപ്പിംഗ് ആയിരുന്നു ബൊളങ്കോങ് പോയപ്പം. യൂണിവേഴ്സൽ സ്റ്റോറിൽ നിന്നും ഹൊസാനയ്ക്ക് ഒരു 4-5 ടീഷർട്ട്സ് എടുത്തിട്ടുണ്ടാവും. എനിക്കൊരു 3 ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ അല്ലറ ചില്ലറ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഇതൊക്കെയാണ് അന്ന് വാങ്ങിയത്. അപ്പോൾ അതെല്ലാം എടുത്ത് വെക്കണം. അന്ന് ഷോപ്പിംഗ് ചെയ്തതിൽ 1-2 ടീഷർട്ടിൽ എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അത് റിട്ടേൺ ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഹൊസാനയുടെ മാത്രം ഞാൻ എല്ലാം ടാഗൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഉള്ളിൽ ബാഗിലെടുത്ത് വെച്ചു. എൻ്റേത് ഞാൻ വളരെ ഒരു 1-2 ടീഷർട്ട്സിൻ്റെ മാത്രമാണ് ഞാൻ ടാഗ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ അങ്ങനെ ടാഗ് വെച്ചിട്ടാണ് ഇൻ കേസ് നമുക്ക് റിട്ടേൺ ചെയ്യാൻ തോന്നിയാൽ, ഇപ്പോൾ സിഡ്നി പോകുമ്പോഴാണെങ്കിലും നമുക്ക് റിട്ടേൺ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ടാഗ് ഒന്നും കളയാതെ അങ്ങനെ തന്നെ പാക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. നിയോവിഷൻ എന്ന് പറയുന്ന ബ്രാൻഡാണ്. അത് കുറച്ച് നാളായിട്ട് ഹൊസാനയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ്. എനിക്കും നല്ല രസമാണ്. ടീഷർട്ട്സൊക്കെ നല്ല തിക്കായിട്ടുള്ള ടീഷർട്ട്സ് ആണ്. പിന്നെ നമുക്ക് ഓവർ സൈസ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ട് കുറച്ച് അതൊക്കെ വാങ്ങിയതാണ് കേട്ടോ. സോ ഇത് നമ്മൾ ന്യൂ ഇയേഴ്സിന് വേണ്ടി വാങ്ങിയ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതൊരു ബോഡിക്കോൺ പോലത്തെ ഡ്രസ്സാണ്. നല്ല ഒരു ബ്രൗൺ ഷെയ്ഡ്. എനിക്ക് അങ്ങനെ ഇടണമെന്ന് അറിയില്ല, പക്ഷെ നോക്കാം. മെൽബണിലായിരിക്കും ഞങ്ങളുടെ ന്യൂ ഇയേഴ്സ് എന്തായാലും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ക്രൗണിലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അന്നേരം ഇടാൻ വേണ്ടി എടുത്തതാണ്. അത്യാവശ്യം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ക്ലോത്ത്സ് എല്ലാം മടിച്ച് വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ആ ഒരു ടാസ്കിലോട്ട് കടന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഉടനെ എനിക്ക് ലഞ്ച് ടൈമായി. സമയം ഇപ്പോൾ 2:30 ആയിട്ടുണ്ട്. എനിക്ക് 3 o'clock ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഒരുമാതിരിപ്പെട്ട സാധനങ്ങളെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കുറേ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു. ഇനി ഹൊസാനയും കൂടെ വന്നിട്ട് വേണം എല്ലാം കൂടെ ഒന്നുകൂടെ കൺഫേം ചെയ്ത് എല്ലാം എടുത്തോ എന്നൊക്കെ നോക്കി വെക്കാനായിട്ട്. ഹൊസാന 5:30 ആകുമ്പോൾ വരും. എനിക്ക് 7:30 വരെ ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഞാനും വരാനായിട്ട്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അധികം കാര്യങ്ങളൊന്നും ചെയ്തതായിട്ട് തോന്നുന്നില്ല, പക്ഷേ എന്തൊക്കെയോ ചെയ്ത പോലെയും തോന്നുന്നുണ്ട്. ഇനി വർക്ക് പോയാൽ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഇനി അടുത്ത നാളെ ട്രാവലിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെയും കാണുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, വണക്കം. യോഴ്സ് ട്രൂലി ആനി.